ഹലോ, ഈസി വേൾഡിൻ്റെ ഒരു പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരുപാട് ചെറിയുള്ളി ഉപയോഗിച്ചിട്ട് ഒരുപാട് പൊടികളൊന്നും ഉപയോഗിക്കാതെ നല്ലൊരു നാടൻ രീതിയിലുള്ള മട്ടൺ മസാലയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമ്മളിപ്പോൾ ഇതിന് വേണ്ടി ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, പച്ചമുളക് ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 പേർക്ക് ആവശ്യമുള്ള അത്രയും മട്ടണിലാണ് ഞാൻ മസാല ഉണ്ടാക്കി കാണിക്കുന്നത്. അതിന് വേണ്ടി ഒരു 300 ഗ്രാം മട്ടൺ ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മട്ടൺ മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ മട്ടൺ മസാല ഇല്ലയെന്ന് വെച്ചാൽ 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. പറ്റിയാൽ ഒരു 1/2 മണിക്കൂർ നേരം ഇങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ മട്ടണിലൊക്കെ നന്നായിട്ട് മസാല പിടിച്ച് കിട്ടും. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്ത് നമ്മൾ മട്ടൺ വേവിക്കുന്നതിന് മുമ്പായിട്ട് കുക്കറിൻ്റെ അടിവശത്തേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ വെളിച്ചെണ്ണയിൽ മട്ടൺ വെന്ത് വരുമ്പോൾ ഒരു പ്രത്യേക സ്വാദ് ഉണ്ടാവാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല, ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മുടെ മട്ടണിലേക്ക് അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഓരോ മട്ടൻ്റെ വേവിനനുസരിച്ചിട്ട് വേവിച്ചെടുക്കാം. ചില മട്ടൺ വളരെ പെട്ടെന്ന് നമുക്ക് കുക്കായി കിട്ടും, ചിലത് അല്പം കൂടുതൽ വേവ് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് ഒരുപാടൊന്നും കുഴഞ്ഞു പോവാതെ നമുക്കിത് വേവിച്ചെടുക്കാം. മട്ടനൊക്കെ നന്നായിട്ട് വെന്ത് വരട്ടെ. ആ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും തക്കാളിയും ഒക്കെ നന്നായിട്ട് അരിഞ്ഞ് മാറ്റി വയ്ക്കാം. പിന്നെ ഇഞ്ചി ചതച്ചെടുത്ത് വെക്കുന്നതാട്ടോ നല്ലത്. അപ്പം നമുക്കിതൊക്കെ ഒന്ന് നന്നായിട്ട് അരിഞ്ഞിട്ട് അവിടെ റെഡിയാക്കി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് അല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അത്യാവശ്യം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ വെളുത്തുള്ളി അരിഞ്ഞതാണ്. ഉള്ളി ഒന്ന് വഴന്നതിന് ശേഷം വേണം കേട്ടോ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി എരിവിനാവശ്യമായ അത്രയും പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരുപാട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നില്ല, നമ്മളിതിലേക്ക് കുരുമുളക് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് 2 പച്ചമുളകേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആകുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ വഴന്ന് വരാൻ എന്തായാലും ടൈം എടുക്കും. ആ ഒരു ടൈമിൽ നമുക്ക് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് ഇതിന് വേണ്ട ഒരു മസാലക്കൂട്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ നിറയെ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുഴുവൻ കുരുമുളകാണ്. അപ്പോൾ കൂടുതൽ പെപ്പറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ നിറയെ പെരിഞ്ജീരകമാണ്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ നല്ല ജീരകമാണ്. എന്നിട്ട് ഇതൊന്നും കരിഞ്ഞു പോവാതെ നന്നായിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് അത്യാവശ്യം ഒന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ നമുക്കിത് ഒരു മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കണം. ഇപ്പം നമ്മുടെ ചെറിയുള്ളിയൊക്കെ വഴന്ന് അത്യാവശ്യം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലുണ്ട്, ചെറിയുള്ളിയൊക്കെ വഴന്ന് വരുന്നതിൻ്റെ ഒരു സ്മെല്ലുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ ഗ്രേവിയോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് മട്ടണൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു മസാലപ്പൊടിയുടെ ടേസ്റ്റൊക്കെ ഒരുപാട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നുള്ളത് നിങ്ങൾക്ക് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ഫ്ലേവർ, അതായത് പൊടികളുടെ ഫ്ലേവറൊക്കെ കുറച്ചിട്ട് ചെറിയുള്ളിയുടെ ഒരു ടേസ്റ്റ് നല്ല രീതിയിൽ മുകളിലേക്ക് നിൽക്കുന്ന ആ ഒരു രീതിയിലാണ് ഈ മട്ടൺ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പൊടികൾ ഒരുപാട് ചേർക്കണ്ടെന്ന് പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് പൊടികൾ കൂടുതൽ ചേർക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുത്താൽ ഒരു കുഴപ്പമില്ല. ഇനി ഈ ഗ്രേവിയിൽ കിടന്ന് നമ്മുടെ മട്ടനൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് നല്ല രീതിയിലൊന്ന് തിക്കായി വരട്ടെ. അതുവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മുടെ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന തക്കാളി ഉണ്ടല്ലോ, ഒരു ചെറിയ തക്കാളിയെ ഞാൻ എടുത്തിട്ടുള്ളൂ. അതൊന്ന് അരിഞ്ഞ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്നും ഒരുപാട് വഴറ്റിയെടുക്കണ്ട, ജസ്റ്റ് ആ ഒരു ചൂടിൽ കിടന്ന് തന്നെ അത് കുക്കായിക്കോളും. പിന്നെ നമ്മുടെ പെപ്പറും ജീരകവും പെരിഞ്ജീരകവും ഒക്കെ വറുത്തത് ഇപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് ഏകദേശം ഒരു 2 ടീസ്പൂണോളം ഉണ്ട്. അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാല പൗഡറാണ്. ഇനി ഗരം മസാല പൗഡർ അല്ലാതെ മുഴുവനായിട്ടുള്ള സ്പൈസസ് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം. ഭക്ഷണം കഴിക്കുന്നത് നമ്മളല്ലേ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. കഴിക്കുന്നവർക്കും ടേസ്റ്റ്, കാണുന്നവർക്കും ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ മട്ടൺ മസാല ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് അല്പം മല്ലിയില കൂടെ തൂവി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൺ മസാല റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചപ്പാത്തിയുടെ കൂടെ ആയാലും പുട്ടിൻ്റെ കൂടെ ആയാലും അപ്പത്തിൻ്റെ കൂടെ ആയാലും അതുപോലെ തന്നെ ഗീ റൈസിനൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ള മട്ടൻ മസാലയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അടിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ പുതുതായിട്ട് കാണുന്നവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കണം. പുതുപുത്തൻ വീഡിയോ ആയിട്ട് ഈസി വേൾഡിൽ നമുക്ക് വീണ്ടും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ.